ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന മെൻസസ് പെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വീട്ടിലൊരു ഹോം റെമഡിയാണ്. എത്ര വലിയ പെയിൻ ആണെങ്കിലും ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാതും ഇത് യൂസ്ഫുൾ ആണ്. ഞാൻ എല്ലാ പ്രാവശ്യവും യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര വയറുവേദന ഉള്ള ഒരാളാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും ഇത് ഫസ്റ്റ് ടൈം എപ്പോഴാണോ തന്നെ അപ്പം തന്നെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ആവാൻ പോകുമ്പോൾ തന്നെ വേദന എടുക്കുവാണെങ്കിൽ ഞാൻ ഈ ഒരു ടിപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇതൊരു ഹോം റെമഡിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഇഞ്ചി, സവാള, പിന്നെ ഒരു ഹാഫ് ലെമൺ, ഇത്രയും മാത്രം മതി കേട്ടോ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. വിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് സവാളയാണ് കേട്ടോ. ഒരു ചെറിയ സവാളയുടെ ഒരു ഹാഫ് പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇഞ്ചിയുടെ ഒരല്പം മതി. ഇത് ഇത്ര ഒരു വലിപ്പത്തിൽ ഇഞ്ചി മതി. ഒത്തിരി വേണ്ട കേട്ടോ. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സുഖമാവുന്നൊന്നും ആരും വിചാരിക്കണ്ട. അപ്പൊ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വരാം. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ക്വാണ്ടിറ്റിയും കൂടി കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്ര പോലും കേട്ടോ. കണ്ടോ, ഇത്ര ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇത്ര ഒരു സവാള, ചെറിയൊരു പോർഷൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. വെള്ളമൊന്നും ചേർത്തിട്ടല്ല ഞാൻ അരച്ചത്, അങ്ങനെ തന്നെ അരയ്ക്കാവുള്ളൂ കേട്ടോ. ഇത് ഇനി ഒന്ന് അരിച്ചെടുക്കണത്. അപ്പൊ ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് അതിന് കാണിച്ചു തരാവേ. വീഡിയോ എടുത്തു. അപ്പൊ ഞാൻ ദേ അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ. അപ്പൊ അതിനകത്തേക്ക് ഞാനൊരു ഹാഫ് ലെമൺ ആണ് ചേർത്ത് കൊടുക്കണം. അതിന്റെ കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അതിനകത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ലതായിട്ട് ഇതിന്റെ നീര് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം, പിഴിഞ്ഞ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സവാള കുറച്ചൊരു വയലറ്റ് പോലത്തെ കളറായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ കളർ ഇങ്ങനെ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യും. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കണ്ടോ, ഒരു സ്പൂണിന്റെ കാല് ഞാൻ അല്പ തുള്ളി ഉപ്പാണ് ഇട്ടിടുന്നത്, ടേസ്റ്റിന് വേണ്ടി മാത്രം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോ ഒരു 4 സ്പൂൺ ഉണ്ടാവുള്ളൂ, അത്ര തന്നെ ഉള്ളൂ. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. ഇനി ഇത് നമുക്ക് കുടിക്കാം. ഇനിയിപ്പോ നമുക്കിത് കുടിക്കാം കേട്ടോ. ആ ഇഞ്ചിയുടെ ഒരു ചെറിയൊരു ഇതുണ്ടാവും. പിന്നെ പുളി ഉപ്പും കൂടി അങ്ങ് ബാലൻസ് ആയിക്കോളും. സവാളയ്ക്ക് വലിയൊരു എഫക്റ്റ് ഒന്നും ഇല്ല ഇതിനകത്ത്. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് നല്ലൊരു മാജിക് ഡ്രിങ്ക് ആണ്. നിങ്ങൾക്ക് വയറുവേദന എടുത്ത് പൊളഞ്ഞിരിക്കുമ്പോൾ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണണമെന്ന് എനിക്കറിയാം. ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ നിങ്ങളുടെ എത്ര വലിയ വയറുവേദനയാണെങ്കിലും മാറിക്കിട്ടു കേട്ടോ. പീരിയഡ്സിന്റെ വയറുവേദനയെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ നോർമൽ വരുന്ന വയറുവേദനയെ കുറിച്ചല്ല. പീരിയഡ്സ് ആയിട്ട് വയറുവേദന സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ പീരിയഡ്സ് ആവാനായിട്ട് വയറുവേദന എടുക്കുമ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കുക. ഇത് ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്കും ഓഫീസിൽ പോണവർക്കാണെങ്കിലും സ്കൂളിൽ പോണവർക്കാണെങ്കിലും ചിലപ്പോൾ എക്സാം ഒക്കെ ആയിരിക്കില്ലേ ചിലർക്ക്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ഇതെല്ലാം വെച്ചിട്ട് പോവാൻ. ഒന്നാമത്തേന് വയ്യ, അതിൻ്റെ കൂട്ടത്തിൽ ഈ വയറുവേദനയും വെച്ചിട്ട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഒരു നല്ലൊരു ഗുഡ് ഡേ ആവില്ല. പക്ഷെ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, മറക്കാണ്ട് ട്രൈ ചെയ്യണേ.
നിങ്ങൾക്ക് ഈ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇത്ര വിശദീകരിച്ച് ഇതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്. ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ പീരിയഡ്സ് കൊണ്ട് വേദനപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഇനി ഒരു വേദനയില്ലാത്ത പീരിയഡ്സ് ഡേ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.